സൗദി കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരന്റെ അധ്യക്ഷതയിലാണ് ഗൾഫ് രാജ്യങ്ങളുടെ ഈ നിർണായക കൂടിക്കാഴ്ച നടന്നത്. ഗൾഫ് രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം കൂടുതൽ ശക്തമാക്കുന്നതിനും മേഖലയിലെ പുതിയ സാഹചര്യങ്ങൾ വിലയിരുത്തുന്നതിനുമാണ് ഈ പ്രത്യേക കൂടിക്കാഴ്ച ലക്ഷ്യമിടുന്നത്. സൗദിയിലെ ജിദ്ദയിൽ അസാധാരണ ഗൾഫ് ഉച്ചകോടി നടക്കുകയാണ്. സൗദി കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരന്റെ അധ്യക്ഷതയിലാണ് ഗൾഫ് രാജ്യങ്ങളുടെ ഈ നിർണായക കൂടിക്കാഴ്ച നടക്കുന്നത്. ഖത്തർ അമീർ തമീം ബിൻ ഹമദ് അൽ ഥാനി, ബഹ്റൈൻ രാജാവ് ഹമദ് ബിൻ ഈസ അൽ ഖലീഫ, കുവൈത്ത് കിരീടാവകാശി ഷെയ്ഖ് സബാഹ് ഖാലിദ് അൽ ഹമദ് അസബാഹ് ഉൾപ്പെടെയുള്ള പ്രമുഖ ഗൾഫ് നേതാക്കൾ ഉച്ചകോടിയിൽ പങ്കെടുക്കാനായി ഇതിനോടകം തന്നെ ജിദ്ദയിൽ എത്തിക്കഴിഞ്ഞു. കിങ് അബ്ദുൽ അസീസ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വലിയ സ്വീകരണമായിരുന്നു അതിഥികൾക്ക് നൽകിയത്. ഗൾഫ് രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം കൂടുതൽ ശക്തമാക്കുന്നതിനും മേഖലയിലെ പുതിയ സാഹചര്യങ്ങളൊക്കെ വിലയിരുത്തുന്നതിനുമാണ് ഈ പ്രത്യേക കൂടിക്കാഴ്ച ലക്ഷ്യമിടുന്നത്. മേഖലയിൽ വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഗൾഫ് രാജ്യങ്ങളുടെ സുരക്ഷയും സ്ഥിരതയും ഉറപ്പാക്കാനും സംയുക്ത പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനുമാണ് ഉച്ചകോടി ലക്ഷ്യമിടുന്നത്. ഇറാനും അനുബന്ധ സായുധ സംഘങ്ങളും ഉയർത്തുന്ന ഭീഷണികൾ നേരിടുക, സംഘർഷം വ്യാപിപ്പിക്കുന്നത് തടയുക എന്നിവയ്ക്കൊപ്പം ഗൾഫ് രാജ്യങ്ങളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ടുള്ള പരിഹാര മാർഗങ്ങൾ തേടാനും നേതാക്കൾ ആശയവിനിമയം നടത്തും. ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണങ്ങൾക്കായി ഗൾഫ് രാജ്യങ്ങളുടെ പ്രദേശം ഉപയോഗിക്കുന്നതിനെതിരെ ഉറച്ച നിലപാട് ഉച്ചകോടിയിൽ വീണ്ടും പ്രഖ്യാപിക്കും. ഇറാൻ ആക്രമണകാലത്ത് അറബ് ലീഗിന്റെയും GCCയുടെയും നിലപാടുകൾ ദുർബലമായിരുന്നുവെന്നാണ് UAE പ്രസിഡന്റിന്റെ നയതന്ത്ര ഉപദേശകൻ അൻവർ ഗർഗാഷ് പറയുന്നത്. ഗൾഫിന് അമേരിക്കയുമായുള്ള രാഷ്ട്രീയ, സൈനിക, സാമ്പത്തിക സഹകരണം പുതിയ സാഹചര്യത്തിൽ കൂടുതൽ അനിവാര്യമാണെന്നാണ് അൻവർ ഗർഗാഷ് കൂട്ടിച്ചേർത്തത്. ഇന്റർനാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.